പ്രിയപ്പെട്ടവരെ നമസ്കാരം. വീട്ടിലൊരു പശുവിനെ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പശുവിനെ വാങ്ങിക്കാൻ പോയി. അപ്പോൾ പശുവിനെ തന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ പാല് ഈ പശുവിന് ഇല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നുള്ള ഒരു ഗ്യാരണ്ടിയിൽ അയാൾ നമുക്ക് പശുവിനെ തന്നു. അങ്ങനെ ഈ പശുവിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര പാലുണ്ടായിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന അത് 3 ലിറ്ററാന്ന് എൻ്റെ ഓർമ്മ. 3 ലിറ്റർ. അപ്പൊ നമ്മള് ലിറ്റർ ഇല്ലെങ്കിൽ അയാൾ തിരിച്ചെടുക്കും. അത് എത്ര ദിവസമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ടത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ആദ്യത്തെ ദിവസം കറന്നു, രണ്ടാമത്തെ ദിവസം കറന്നു. പാല് ഇങ്ങനെ മോഹൻലാലും ശ്രീനിവാസൻ പറഞ്ഞ അല്ല എൻ്റെ കറവക്കാരൻ അതേപോലെ അടിയിലോട്ടാ ഒരു 2 ലിറ്ററിന് താഴെ പാല് കിട്ടിയോന്നുള്ളൂ. ഇയാളോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ നടന്നില്ല. അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ പാല് കുടിയന്മാരൊക്കെ ആയിരിക്കില്ല. നമ്മൾ കുറേ ആണുങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും പാലില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത പശുവിനെ ഉള്ള അന്വേഷണം ആരംഭിച്ചു. ഈ പശു വീട്ടിലുണ്ട് കേട്ടാ. ഈ പശുവിനെ മറ്റേ ആള് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അയാൾ അവിടെ ഇല്ല. അയാൾ ഒരാഴ്ചയാണ് കഴിഞ്ഞിട്ട് വരല്ലോ. അങ്ങനെ ഒരു പശുവിനെ വാങ്ങിച്ചു. ആ പശു ആണെങ്കിൽ ഒരു മുതുക്കി പശു, ഒരു വലിയൊരു വയറ്, ഒരു ലോഡ് അവിടെ ആയിട്ടുള്ള ഒരു മുതുക്കി പശു. അതിന് നടക്കാനും വയ്യ, ഒന്നിനും വയ്യ. അതിനെ ഇവിടെ കൊണ്ടുവന്നു. അതായത് അന്വേഷണത്തോടെ കൂടിയ കാരണമായിട്ട് എങ്ങനെ വന്നത്, അല്ലെങ്കിൽ മെല്ലെ ധൃതിയില്ല, അല്ലാണ്ട് സ്ലോവിൽ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയാണ് നല്ല പശുവിനെ. അതിനെ കൊണ്ടുവന്നപ്പോൾ ഇതിനെയും 2 പശു ആയിട്ടപ്പോൾ വീട്ടിൽ 2 പശുവായി. ഇതിനെ കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. എനിക്കും എൻ്റെ ചേട്ടനും ഇഷ്ടമായില്ല. ഷാജേട്ടൻ. ഞങ്ങളാണ് ഈ കറവക്കാർ 2 പേര്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ലോകത്തിലൊരു അബദ്ധമാണ് കറവ എന്ന് പറഞ്ഞ സാധനം പഠിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞുതരാം. ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ എങ്ങനെയും ഒഴിവാക്കണം. അപ്പോഴേക്കും അച്ഛനും ബ്രോക്കർമാർ വന്ന് വേറെ പശുവിനെ നല്ലതിനെ കിട്ടണമല്ലോ വെച്ചിട്ട് അന്വേഷണം ആരംഭിച്ച് 3ാമത്തെ പശു വീട്ടിലെത്തി. അപ്പോൾ ഈ 2 പേര് പോയില്ല കേട്ടാ. ഒരു 3ാമത്തെ പശു എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരത്തി പശു. അതിൻ്റെ കാലോട്ട് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ, കറക്കുമ്പോൾ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പോവും. കൊമ്പും കണ്ണൊക്കെ കണ്ണൊക്കെ ഒരു ചുവപ്പ് കളറിലായിട്ട് ഒരു ക്രൂരത ടൈപ്പുള്ള പശു, പല സൈസുള്ളത്. അപ്പോൾ ഇവളെ ഒഴിവാക്കണം. അപ്പം ഈ 3 പേരായിട്ടാ. 3 പേരുണ്ട്. പിന്നെ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടു 2 പേരും കൂടി. അങ്ങനെ മൊത്തം ഒരു പശുവിനെ വാങ്ങിക്കാൻ നോക്കിയിട്ട് 5 പശുവായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഫാമൊക്കെ ആരംഭിച്ചേനേട്ടാ. ഇവിടെ ആരംഭിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, നോക്കാനും ആളുണ്ട്. എന്നിട്ടേ ഈ കറവ് പഠിച്ചു ഞങ്ങൾ. ഈ നമ്മുടെ പാറുള്ള ടൈമിൽ ഞാനും ഷാജേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ കറവക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാമൂർത്തികളായിരുന്നു ആ സമയത്ത്. ഇവര് ആ കൈ കൊണ്ട് ഇങ്ങനെയുണ്ട് കറന്ന് പാലെടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കൊതിയാവും. അങ്ങനെ ഞങ്ങൾ നാക്കിൽ ഞാനും എൻ്റെ ചേട്ടനും ഷാജേട്ടനും കൂടിയിട്ട് കറവ് പഠിച്ചു. അങ്ങോട്ട് കറവ് പഠിച്ചപ്പോൾ വീട്ടിൽ കറവക്കാരനെ ഒഴിവാക്കേണ്ട ചിന്തയായി. കറവക്കാരനെ ഒഴിവാക്കി. കറവരെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ആദ്യം കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. എന്താണ് സ്വതന്ത്രമായ ഒരു ഇതിലേക്ക് ഞങ്ങൾ രംഗത്തിറങ്ങാണെന്ന് വെച്ചിട്ട് ആദ്യത്തെ കുറേ ദിവസം കറക്കാനായിട്ട് ഭയങ്കര ആവശ്യം. രാത്രി ഉറക്കം വരില്ല. നേരം പുലർച്ചയാവാനായിട്ടേ രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണി വിളിക്കുമ്പോൾ നമ്മൾക്ക് എനിറ്റൊന്ന് കറക്കാനുള്ള ഒരു ആകാംക്ഷയിൽ ചെന്ന് കറന്നോടുന്ന തുരിത. ദിവസം ചെല്ലുന്തോറും ഞങ്ങൾക്ക് അതിൽ ദേഷ്യം പറയാം. ഉഷാറ് പോവാന്ന് പറഞ്ഞ കാരണം വെച്ചില്ല, ഈ പണ്ടത്തെ തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ സിമെന്റ് അല്ലെങ്കിൽ നല്ല പോലെ ഇതുള്ള തൊഴുത്തല്ല. സിമെന്റ് എന്ന് പറഞ്ഞാൽ സിമെന്റ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. വീടിന്റെ അടി വരെ ചാണം വൈകിട്ടുള്ള വീടുകളാണ് സിമെന്റ്, അല്ലെങ്കിൽ കറുത്ത കരി കൊണ്ട് സിമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കല്ലുകൊണ്ട് ഉരച്ച് നല്ല ഭംഗിയിലാക്കുന്ന അങ്ങനത്തെ വീടുകളൊക്കെയാണ്. ആ സമയത്ത് തൊഴുത്ത് സിമെന്റ് നല്ല കഥയായി. തൊഴുത്തിൻ്റെ അടിയിലിടുന്നത് നമ്മുടെ മറ്റേ ഈ മരക്കമ്പനികളിൽ നിന്ന് വലിയ മരങ്ങളുടെ തൊലിയുണ്ട്. വലിയ മരങ്ങളുടെ തൊലി ഇളാൻ കൊണ്ട് കുത്തി പൊളിച്ചെടുത്തിട്ട് അതായത് ഒരു തൊലി എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ടാവും മരത്തിൻ്റെ തൊലി. അത് ഈ തൊഴുത്തിൽ കമത്തിയിടും. അതിൻ്റെ മുകളിലാണ് ഈ പശുക്കൾ നടന്നത്. അപ്പോൾ തൊഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിരപ്പുള്ളൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഉള്ളിൽ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പശുക്കളും ഈ എരുമകളൊക്കെ മൂത്രം ഒഴിച്ച് അതിൽ തന്നെ ചാണിട്ടിട്ട് ഈ വറ്റങ്ങൾ നമ്മൾ കറക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാ അബദ്ധത്തിലാണ് ഈ വറ്റകൾ തൊലിയുടെ വെള്ള സൈഡിലാണ് ചാടി ഒരു ചവിട്ടി കഴിഞ്ഞല്ലേ മറ്റേ മൈസൂർ വൃന്ദാവനില് മറ്റേ വെള്ളം ചില്ലേ അതുപോലെ ഈ മൂത്രം ചാണം കൂടിയിട്ടുള്ള ഒറ്റ തെറിക്കിലെറിക്കുക. ആ സമയത്ത് നമ്മൾ കുളിച്ചിട്ടുണ്ടാവും.
ഈ പുലർച്ചയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ മഴക്കാലത്തായാലും ഈ വേനൽക്കാലത്തായാലും നമ്മൾ ഈ ഇതിൻ്റെ മണം മേത്തായി കഴിഞ്ഞാൽ 10 ദിവസം കുളിച്ച് വരെ പോവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തൊഴുത്തിലേക്കാണ് കടന്നു കഴിഞ്ഞിട്ട് ഇവറ്റങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തഴിച്ചു നിർത്താനൊന്നും ഈ മഴക്കാലത്തൊന്നും പറ്റില്ല. വർഷകാലത്ത് പിന്നെ അത്രയ്ക്ക് ഇതുണ്ടാവില്ല. വേനൽക്കാലത്ത് അത്ര കുഴപ്പമുണ്ടാവില്ല. മഴക്കാലത്ത് പിന്നെ അതോ ഈ തൊഴുത്തിൽ വിറ്റലൊക്കെ എടുക്കും. കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റൽ ഈ ചാണത്തിൽ തന്നെ കിടക്കുക. ഈ തൊഴുത്ത് അടിച്ചു കഴുകാനൊന്നും പറ്റില്ലേ ഇതില്, ഈ തോലുമേ ഈ വിറ്റകൾ ചാണത്തിൽ കിടന്നിട്ട് ഈ ഇവറ്റയുടെ തോട്ടമിലൊക്കെ നിറയെ അത് കാലത്ത് എന്നിട്ട് 4 മണിക്ക് 4:30 കറക്കാനായിട്ട് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എണീറ്റിട്ട് ഇങ്ങനെ ഒരു നിൽപ്പ് നിൽക്കുമ്പോൾ ഈ ചാണം കിട്ടുന്ന നിറഞ്ഞ് പച്ച ചാണം കിട്ടുന്ന നിറഞ്ഞ് വാലൊക്കെ ഈ മൂത്രത്തിൽ കുളിച്ച് തവിട്ട് പൊടിയുണ്ടാവും. ആ വാലുകൊണ്ട് ഒരു അടി കിട്ടിയില്ലേ, ഇവരെ കറക്കുമ്പോൾ വാലുകൊണ്ട് ഒരു അടി അടിക്കും. ഈ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ ഷാജനം കറക്കുമ്പോൾ ഞാൻ വാല് പിടിക്കും, അല്ലെ ഷാജറ്റൻ ഞാൻ കറക്കുമ്പോൾ ഷാജറ്റൻ വാല് പിടിക്കും. അങ്ങനെയാണ് വാല്. ചില സമയത്ത് ഈ ചിലപ്പോൾ അവരാരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലിന് ഞാൻ വില ചേർന്നുകൊണ്ട് വിലയെടുത്ത് കെട്ടിടും. സജീവൻ പറയും, സജീവനെ വിളിച്ചുകൊണ്ട് പോകും അനിയനെ, ഇവർക്ക് പോയി കറന്നാ മതി, അപ്പൊ ഇവർക്ക് മറ്റവരൊക്കെ കിടന്നുറങ്ങല്ല സുഖമായിട്ട്. അപ്പൊ അവരെ വിളിച്ചോണ്ട് പോകുന്നു, സജീവനെ വിളിച്ചോണ്ട് പോകുന്നു വാല് പിടിക്കാൻ വേണ്ടി. നമുക്കേ ഇത് ബുദ്ധിമുട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര സുഖമായിരുന്നു. പിന്നെയാണ് നമുക്ക് നമ്മുടെ ഉറക്കാണ് നഷ്ടപ്പെടുന്നത്. ഉറക്കം നഷ്ടപ്പെടില്ല. ഇത് കാലത്ത് എനിക്ക് അങ്ങോട്ട് വിളിച്ച് എനിക്ക് ഈ പണ്ട് കാലത്ത് കറക്കുമ്പോ ഈ ചില കറന്നിട്ട് വേണം ഞങ്ങൾക്ക്. അന്ന് കൂടുതൽ പശുവിനായിരുന്നു. പാല് കണ്ടമാനം ഇപ്പൊ ഈ ചായയുടെ എല്ലാം കൊണ്ടുപോയി തുറന്നു. അപ്പൊ ഞാനും ഷാജനാണ് കൊണ്ടുപോയി തുറന്നത് പാല്. ആ സമയത്താണ് നമ്മുടെ ഒരു അഞ്ചേരിയിൽ പാല് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പാടത്തോടെ രാത്രി 5 മണിക്ക് ഞങ്ങൾ ഈ പാടത്തോടെ ഞങ്ങൾ 2 പേരും ടോർച്ച് അടിച്ചിട്ട് ഞങ്ങൾ പാല് കൊണ്ടുപോകും. അപ്പോഴാണ് നമ്മുടെ സിനിമാടൻ ജയൻ മരിച്ചത്. ജയൻ ഹെലികോപ്റ്റർ അവിടത്തെ മരിച്ചത് പേപ്പറിൽ വായിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ അഞ്ചേരിയിൽ വെച്ചിട്ടാണ്. പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇട്ടാ ജയം മരിച്ച പിറ്റേന്റെ പിറ്റേ ദിവസം നവംബർ മാസത്തിലാണുണ്ട് 80. ഇവള് കൊല്ലം ചോദിക്കുന്നത്. അപ്പൊ ജയം മരിച്ചതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം എന്തുകൊണ്ട് നമ്മുടെ ദിനേശില്ലേ, നമ്മുടെ പാറു ഓടിപ്പിച്ച ദിനേശല്ലേ, ദിനേശനെ അന്ന് 2ലാണ് പഠിക്കുന്നുണ്ട്. ദിനേശൻ ജയം മരിച്ചതുകൊണ്ട് അനുകരിച്ചു. അതായത് വീടിന്റെ അർക്കാലിന്റെ വീടിന്റെ ചായപ്പിന്റെ അവിടെ ഒരു തണ്ടുണ്ട്. ആ തണ്ടുമ്മ പിടിച്ചങ്ങോട്ട് ഞാന്ന് ഹെലികോപ്റ്റർമ ജയൻ ഇങ്ങനെയാണ് ഞാനെന്ന് പറഞ്ഞിട്ടേ ഞാനെന്ന് പറഞ്ഞിട്ട് അത് വന്ന് വീണു. ഇങ്ങനെ ചാടി വീണു. വീഴ്ചന്ന് പറഞ്ഞത് ഇത്രയ്ക്ക് ഉയരത്തിലാണ് വീഴുന്നത്. വീണിട്ട് കൈ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞു. 3 മാസം റെസ്റ്റ് ആയിരുന്ന ആള്. അന്ന് കാലത്താണ് ഈ ബെൽ ബോട്ടം പാൻറില്ലേ, ഈ മനസ്സിലായി വർണ്ണിക്കാൻ വാക്കുകളില്ല. അതായത് അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. ബെൽ ബോട്ടം പാൻറ് ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ചേട്ടന്മാര് പോണത് ഇതാണ് പുരുഷ ലക്ഷണം എന്ന് നമ്മളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ പുരുഷ ലക്ഷണം ഉണ്ടാവും. മുടി ഇങ്ങനെ ഹിപ്പിയായിട്ട് വലിയ വീതിയിലെ കൃതാവ്, മറ്റേ മീശിക്കായിട്ട് ഒരു ടൈമില്. നമ്മുടെ പണ്ട് കാലത്തിലത്തെ പുരുഷ ലക്ഷണം നിനക്കറിയോ? 1900-ന്റെ തുടക്കത്തിൽ ഉള്ള പുരുഷ ലക്ഷണം എന്തുവരെന്നറിയോ? പണ്ടത്തെ പുരുഷ ലക്ഷണം എന്തുവരെന്നറിയോ? കുംഭ എന്ന് പറഞ്ഞ വയറ് ചാടിയിട്ടുണ്ടാവണം. കഷണ്ടി തല പെട്ടയിരിക്കണം. പുറത്ത് രോമം ഉണ്ടാവണം. ആണുങ്ങളുടെ പുരുഷന്മാരുടെ പുരുഷ ലക്ഷണം എന്ന് പറഞ്ഞിട്ടാ പുറത്ത് രോമം, കുംഭ, കഷണ്ടി. പിന്നെ ഒരു സാധനം ഉണ്ട്, വെടിക്കല എന്ന് പറയും. വെടിക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ പുറത്ത് വെടിക്കല ഉണ്ടാവണം. ഏതെങ്കിലും ക്രൂര മൃഗങ്ങൾ, അതായത് സിംഹം, പുലി, ഇങ്ങനത്തെ സാധനങ്ങൾ മാന്തിയുള്ള പാട് പുരുഷനുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പണ്ടത്തെ പുരുഷ ലക്ഷണം. പുറത്ത് ഉണ്ടായിരിക്കണം പുരുഷ ലക്ഷണം. ഇപ്പൊ എന്നാണ് ആലോചിക്കുക, വയറ് ചാടിയിട്ട് പെട്ടയായിട്ടുള്ള ആള്, ഇങ്ങനത്തെ ആളുകള് വല്ല അങ്ങനെയാണെങ്കിൽ പുരുഷ ലക്ഷണം ഇല്ല. എനിക്ക് പുരുഷ ലക്ഷണം ഇല്ല. വെടിക്കല അതൊരു ചെറിയൊരു ക്രൂരമൃഗമായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ പുരുഷ ലക്ഷണത്തിന്റെ ഒരു ഇതില് എനിക്ക് ഉണ്ട്. ഈ ഞാനിത് പുരുഷ ലക്ഷണം ഇനി അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 8ലാണ്ട് പഠിക്കാനായിരുന്നു. കുഞ്ഞിരാമൻ നായനാരുടെ ഒരു പാഠപുസ്തകമുണ്ട്, ആളുടെ ഒരു ചരിത്രം. അതില് ആൾക്ക്
പുരുഷലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കടുവയെ പുലിയിലാണ്ട് പുറത്ത് കൈ വായോണ്ട് കടിച്ചിട്ടുള്ളൊരു പാടായിരുന്നു. അത് പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് നായേട്ടന് പോയിട്ട് അല്ലെങ്കിൽ മറ്റേതിന് പോയിട്ടുള്ള ഒരു പാടല്ല. ഈ കാലഘട്ടത്തിലാണ്, അതായത് 10-12 വയസ്സ് പ്രായം എനിക്കും ചേട്ടനുള്ള ടൈമിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരാൾക്ക് കൈക്കൂലി കൊടുക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള തുടക്കത്തിൽ ഒരു കൈക്കൂലി ഇല്ലേ, അത് കൈക്കൂലി ആദ്യമായി കൊടുത്തൊരു ഓർമ്മ. ഈ രണ്ടാമത് കൊണ്ടുവന്ന ഒരു മുത്തി പശു ഉണ്ടായിരുന്നില്ലേ, അതിനൊരു പശു കുട്ടിയിലായിരുന്നു ഒരു കുട്ടി. അതിനെന്താ ചെയ്തതിന് ശേഷം പ്രസവിച്ചു അല്ല, അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനെ ഈ ക്രൂരത്തി പശു ഇല്ലേ, മൂന്നാമത് വന്ന പശു, അവള് അതിൻ്റെ പള്ളാമ്പ് ഒരു കുത്തു കൊടുത്തു. പള്ളാമ്പ് കുത്തു കൊടുത്തപ്പോൾ അതിൻ്റെ പള്ള പൊട്ടി, അത് പഴുത്തപ്പോൾ ഞാനും ചേട്ടനും കൂടി എല്ലാ ദിവസവും മൃഗാശുപത്രിയിലേക്ക് കാലത്ത് അതിനെ കൊണ്ടുപോകും ഡ്രസ്സ് ചെയ്യാനായിട്ട്. മൃഗാശുപത്രി നമ്മുടെ മറ്റേ ക്രിസ്റ്റോഫർ കഴിഞ്ഞിട്ട് ഹൈവേ കടന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ്. എല്ലാ ദിവസവും കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഈ പഴുപ്പ് ഉണങ്ങണില്ല. എല്ലാ ദിവസവും ഈ ഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു, ചാക്കുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. അയാളായിരുന്നു ഡ്രസ്സ് ചെയ്തിരുന്നത്. പക്ഷേ അത് ഓരോ ദിവസം ചെല്ലും തോറും ഇത് ഉണങ്ങണില്ലേ, പഴുത്ത് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് അത് ശ്രദ്ധിക്കില്ല. കാരണം വെച്ചാൽ ഒരു സ്ത്രീയായിരുന്നു ഡോക്ടർ എന്ന്. ആൾ വന്ന് നോക്കും. അങ്ങനെ ഡോക്ടർ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല, ഈ പശുക്കുണ്ടിയുടെ മൈൻഡില്ല. എല്ലാ ദിവസവും ഈ ചാക്കുണ്ടി തന്നെ ഇത് ഡ്രസ്സ് ചെയ്യുക. അങ്ങനെ ഒരു 10-18 ദിവസം ഞങ്ങൾ കൊണ്ടു നടന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റായി ഇപ്പം ഞങ്ങൾ എന്തൊരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോക്ടർ നോക്കാത്തത് കാശ് കൊടുക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ആരാണ്ട് പറഞ്ഞു എന്നുകൊണ്ട് എനിക്ക് അത് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടർ വന്ന് അവിടെ ഇരുന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് എഴുതണം. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ ഈ ചാക്കുണ്ണി തന്ന ലിസ്റ്റും കൊണ്ടിട്ട് ഡോക്ടറെ എത്തിക്കുന്നത് കാണാൻ പോയി. ഡോക്ടർക്ക് അന്നത്തെ 5 രൂപ 2 രൂപ എന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് ഡോക്ടർക്ക് ക്ഷമ വെച്ച് കൊടുത്തു. ആദ്യമായിട്ട് ഞങ്ങൾ കൊടുത്തപ്പോൾ ഡോക്ടർ ഞങ്ങളെ നോക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പശുക്കുട്ടീനെ നിന്ന് ഡോക്ടർ നോക്കിയിട്ട് ഡ്രസ്സ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഒന്നും അടിച്ചില്ല. ഡോക്ടർക്ക് ഭയങ്കര വിഷമായി. ആ ഡോക്ടർക്ക് ഭയങ്കര ഒരു ഫീലിംഗ് വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പരിഗണിക്കാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇത് തരാൻ കാരണം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എനിക്ക് കാശ് തന്ന ആരാ നോക്കുന്നു പറഞ്ഞത്? എനിക്ക് കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. ഡോക്ടർ ആ കാശ് ഞങ്ങളുടെ കയ്യിൽ തന്നു. പിറ്റേ ദിവസം തൊട്ട് അന്ന് തൊട്ടിട്ട് ഡോക്ടറെ വന്നിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് പശുക്കുട്ടി അത് മാറി. അങ്ങനെ ആദ്യത്തെ കൈക്കൂലി ഞങ്ങൾ കൊടുത്തത് ഒരു മൃഗാശുപത്രിയിലത്തെ ഡോക്ടർക്കായിരുന്നു. ഡോക്ടർ അത് സ്നേഹപൂർവ്വം തിരസ്കരിച്ചു. നല്ലൊരു ഓർമ്മ. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ അതിരപ്പള്ളിക്ക് പോയത്. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടിയിട്ട് അതിരപ്പള്ളിക്ക് പോയി. അതിരപ്പള്ളി ഇന്നത്തെ പോലത്തെ ഒന്നും തന്നെ ഇല്ല. ആ വെള്ളച്ചാട്ടൻ ഇന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പോയിട്ട് കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ ഞാൻ പോയിട്ട് കുറെ കൊല്ലങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോ പോയിട്ടുള്ളതാ ടൂറ്. അപ്പോഴും അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു എന്തോ ചെറിയൊരു കടയോ എന്തോ മാത്രം. നമ്മള് പോയ ടൈമില് ഒരു ചായക്കടയുണ്ട്. ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു ഓലക്കുടില് ഒരു ഇടിഞ്ഞു പൊടിഞ്ഞു വിടാറായി ഒരു ചായക്കട മാത്രമുള്ള അവിടെ. വേറെ ഒന്നുമില്ല, ഒരാളനക്ക ഒന്നും തന്നെയില്ല. ആ ചായക്കടയിൽ ഞങ്ങൾക്ക് വലിയ പൂട്ടും കഷ്ണം കടല കൂട്ടാൻ കിട്ടി. ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങൾ ബാലവേദിയില് അവിടെ പോയിട്ട് മരം നട്ടില്ല. ഒരു പൂട്ടും കഷ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, നമുക്കത് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവൻ തുമ്പത്തുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ്, അത്രയ്ക്ക് ഇതായിട്ടുള്ളത്. അങ്ങനെ അതിരപ്പള്ളി കണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുന്ന് ചേട്ടന്മാർ അയലൊക്കത്തെ ചേട്ടന്മാർ ഇവരൊക്കെ കൂടി കുറച്ച് പേര് കൂടി ഇവരെ ട്രക്കറിൽ, പണ്ടത്തെ ട്രക്കറിൽ ഇവര് അതിരപ്പള്ളിക്ക് ടൂർ പോവാണ്. ഞങ്ങൾ വന്ന് അതിന്റെ വർണ്ണന ഗംഭീരമായിരുന്നു. പ്രത്യേകത ഇവരെന്തെങ്കിലും ഒരു സാധനം വന്ന് കണ്ടാലേ ബാക്കിയുള്ളവരൊക്കെ അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല, അതുപോലത്തെ സാധനം കണ്ടെന്നുള്ള രീതിയിലുള്ള വർണ്ണന തുടങ്ങും. അങ്ങനെ അതിരപ്പള്ളിനെ കുറിച്ച് വർണ്ണിച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഉള്ളവർക്ക് ഇരിക്കപ്പുറത്തില്ല. വിട്ടൂര്
അപ്പോൾ പോകുമ്പോൾ ഇവർ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കിട്ടില്ല. ഫുഡൊക്കെ ചോറും ഇതൊക്കെ ശരിയാക്കാൻ തലേദിവസം തന്നെ ഒക്കെ പ്ലാൻ ചെയ്തു, ചോറും പൊതിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ബെസ്റ്റ് നല്ല സുന്ദരമായ ചായയുണ്ട്, കൂട്ട് കടല, ഈ സാധനം മാത്രം അവിടെ കിട്ടും. അടിപൊളി ഇതാണ്. അത് വേറെ എന്തിനാ ഭക്ഷണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ നമ്മുടെ വാക്ക് വിശ്വസിച്ച് ഇവർ കൂളായിട്ട് അല്ല ഒരു സാധനം ഇല്ലാണ്ട് ഇവർ പാട്ടും പാടി അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ അതായത് കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ചെറിയേട്ടൻ അല്ല ചേട്ടൻ പിന്നെ ഇവിടുത്തെ വിശ്വനാഥൻ അത് വിജയൻ അങ്ങനെ കുറേ ടീമുകൾ കൂടിയിട്ടാണ് പോയത്. ഇവർ അത് കയ്യിൽ കറക്റ്റ് പൈസ ഈ വണ്ടി കാശും ഈ വണ്ടിയുടെ കാശും ഇതൊക്കെ എടുത്തിട്ട് മാത്രമാണ് പോകുന്നത്. അല്ലാണ്ട് വേറെ ചെലവ് ചെയ്യാനും കാശുകളൊന്നും ഇല്ല. അതിരപ്പള്ളിയിൽ ചെന്നിട്ട് ഇവർക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് മൊത്തം തെറിയായിരുന്നു അവരെല്ലാവരും കഴിയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ ഈ ചായക്കട അന്ന് പൂട്ടിയിരിക്കുന്നു. ആ ചായക്കടക്കാരൻ്റെ ആരാണ് മരിച്ചിട്ട് ആള് പോയി. ഈ പറ്റുകൾക്ക് പച്ചവെള്ളം മാത്രമേ ഈ ഇതിൽ നിന്ന് കോരി കുടിക്കേണ്ടി വന്നു, വേറെ ഒന്നുമില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. പെട്ടെന്ന് ഈ വണ്ടി വാടകയ്ക്ക് വിളിച്ച് പോയി കൊണ്ടല്ലേ. അങ്ങനെ നമ്മുടെ വാക്ക് വിശ്വസിച്ച് അതിരപ്പള്ളിയിലേക്ക് പോയിട്ട് പഷ്ണിയായിട്ട് ചേട്ടന്മാർ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവര് പിന്നെ ചാലക്കുടി ഇല്ല, അവിടുന്ന് ചാലക്കുടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് കുറെ ദൂരം ചാലക്കുടിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടിന്ന് കഴിഞ്ഞിട്ട് അവര് എന്തൊക്കെ ഭക്ഷണം കഴിച്ച് പോകുന്നു. അതല്ലാന്ന് അവിടെയാണല്ലോ മെയിൻ കേന്ദ്രം. അവിടെ ഒരു 3-4 മണിക്കൂർ ചുറ്റി സഞ്ചരിക്കാന്നുള്ളതാണ്.